വങ്കട മീനാണ് കിട്ടിയേക്കുന്നത്. ഇവിടെയൊക്കെ ഇതിന് ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ വേറെ പേരൊക്കെ കാണുമായിരിക്കും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല കട്ടിയുള്ള തൊലി ഉണ്ടാവും. അത് വിരിച്ചെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്കിന്ന് ഈ വങ്കട മീൻ വറുത്തരച്ച് എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വറുത്ത തേങ്ങയാണ്. വറുത്ത് തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ഇങ്ങനെ വറുത്തരച്ച് മീൻ വയ്ക്കണമെങ്കിൽ ഇതിനകത്ത് എടുത്താൽ മതി. നമുക്കിതിന് ആവശ്യമായത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത തേങ്ങയാണ്, കാരണം നമുക്കതിങ്ങനെ പെണ്ണിനകത്ത് ഇങ്ങനെ കിലുക്കി നോക്കുമ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കയറി നോക്കുമ്പോൾ ആദ്യം ഇട്ടേക്കുന്ന വീഡിയോയിലൊക്കെ അറിയാൻ പറ്റും. നമ്മൾ തേങ്ങ നേരത്തെ തന്നെ വറുത്തിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. എന്നിട്ട് അത് കുറേശ്ശെയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി, ഇതിനാവശ്യമായതാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് ഇതുപോലത്തെ സ്പൂണിന് ഒരു സ്പൂണാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇടാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഇതിനൊരു സ്പൂൺ ഇട്ടത്. ഒരു നുള്ള് ഉലുവപ്പൊടി. ഇതെല്ലാം വറുത്തതാണ്, വറുത്ത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയുടെ കൂടെ ഇട്ട് ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറാനായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരച്ചാൽ മതി. ഇതെല്ലാം വറുത്ത് വെച്ചേക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഇടുന്നത്. ഇത് കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ചിട്ട് മതി. ഇനി ഇതാ ഒരു 2 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. നല്ല കറുത്ത പുളിയാണ്. ഇതിവിടെ തന്നെ ഉണക്കിയതാണ് കേട്ടോ. നമ്മൾ ഉണക്കി മൺകലത്തിലൊക്കെ ആക്കി വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ ഈ കറുത്ത പുളി എന്നത്തേക്ക് നമുക്ക് പുളി ആവശ്യത്തിന് ഇട്ടാൽ മതി. മീനിന് ആവശ്യത്തിനായിട്ട് ഞാനിപ്പോൾ ഇത്ര പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. വെള്ളം കുറച്ച് അരച്ചാൽ മതി. നമുക്ക് ഇതുപോലെ കിട്ടും. പുളിയെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് അരപ്പ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയതിന് ശേഷം അരപ്പിട്ട് മൂപ്പിക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകായിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇനി ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പിന് നന്നായിട്ട് എണ്ണയിലൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ പുളിയൊക്കെ ഇതിലേക്ക് ചൂടാക്കാതെ ഇട്ടത്. അപ്പോൾ അതൊന്ന് ആ പച്ച ഒരു ഇതങ്ങ് മാറി കിട്ടാൻ വേണ്ടിയാണ് പുളി ഇട്ടത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളിനകത്തിട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ബാലൻസ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി നന്നായിട്ടായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറി വറ്റി വന്നിട്ടുണ്ട്. ഇതെവിടെ നിന്ന് ഇങ്ങനെ നെയ്തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്
നല്ല കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വെന്ത കപ്പയാണ്. കപ്പയും വങ്കട വറുത്തരച്ച കറി. ഇനി നമുക്കിത് ഓഫാക്കി അടച്ച് വയ്ക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.